മുസ്തഫ, ഇത് നിങ്ങളുടെ സതീശൻ വിരുദ്ധതയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കേട്ടപ്പോൾ തോന്നി കെ സി വേണുഗോപാലിനും അതായിരിക്കാം അല്ലേ? അദ്ദേഹം പറഞ്ഞത് സൂപ്പർ സർക്കാർ എന്ന പ്രയോഗമാണ്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലെ കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് ACC ജനറൽ സെക്രട്ടറിക്ക് തന്നെ സൂപ്പർ സർക്കാരായി BJP ഭരിക്കുന്ന നാടുകളിൽ നിങ്ങളുണ്ടാകാം എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് ആ നിലയിലേക്ക് അദാനി മാറുന്നു എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് പോലും വന്നു എന്ന പ്രശ്നമുണ്ട്. പക്ഷേ ശ്രീകുമാർ പറയുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ വെറും കഥകളാണ്. അവിടെയാണ് അദ്ദേഹം തുടങ്ങിയത്. സതീശൻ വിരുദ്ധത മാത്രമാണ്. മറ്റൊന്ന്, മെയ് 18 മുമ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇതൊക്കെ നടന്നിട്ടുണ്ടാകാമല്ലോ എന്നൊരു അനുമാനം. പക്ഷേ സഭയ്ക്കകത്തോ സഭയ്ക്ക് പുറത്തോ ഇന്നത്തെ വാർത്താക്കുറിപ്പിലോ സർക്കാരിന് അങ്ങനെ ഒരു വാദം ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. പക്ഷേ ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒരു സൂപ്പർ സർക്കാരായി നിൽക്കുന്ന അദാനി എന്ന ഒരു പ്രതലത്തിലേക്ക്, പ്രതീതിയിലേക്ക്, അവസ്ഥയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ മാറുകയാണോ? അങ്ങനൊരു പ്രശ്നം ഇതിനകത്തുണ്ടോ? അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും താങ്കളുടെ മുമ്പിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ശ്രീകുമാർ ചേട്ടനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നടത്തിക്കൊണ്ട് പറയുന്നു, താങ്കൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള വിമർശനങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ താങ്കൾ പറഞ്ഞ ആ കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന്? ഇവിടെ സെബി, അതായത് ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സെബിയുടെ രേഖകൾ പുറത്തു വന്നു സർ. അത് മാധ്യമങ്ങളിൽ ലഭ്യമാണ്, സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഈ അദാനി ഗ്രൂപ്പ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരികൾ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന് സെബിക്ക് അദാനി ഗ്രൂപ്പ് കൊടുത്ത കത്തിൻ്റെ രേഖകൾ പുറത്തു വന്നു. എന്താണ് ശ്രീകുമാർ ചേട്ടൻ അത് കാണാതെ പോകുന്നത്? വിഴിഞ്ഞത്തിൻ്റെ വികസനം 2024 ഡിസംബറിലാണ് വിഴിഞ്ഞത്ത് ഓപ്പറേഷൻസ് ഉദ്ഘാടനം ചെയ്യുന്നത്. 18 മാസം ഏതാണ്ട് പൂർത്തിയാകുന്നു. ഈ 18 മാസം ഓരോ മാസവും അവിടെ വിഴിഞ്ഞത്ത് അടുക്കുന്ന കപ്പലുകളുടെ എണ്ണം, അവിടെ കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളുടെ ശേഷി, എണ്ണം, ഇതെല്ലാം വിസിൽ വഴി, അതുപോലെ അദാനി ഗ്രൂപ്പിന്റെ പോർട്ട് മാനേജ്മെന്റ് വഴി റിലീസായിട്ട് വരുന്നുണ്ട്. ഓൺലൈൻ അവരുടെ സംവിധാനങ്ങളിൽ ലഭ്യവുമാണ്. അതൊന്നും പക്ഷേ ശ്രീകുമാർ ചേട്ടൻ കാണുന്നില്ല. താങ്കളോട് എന്തോ ഒന്ന് പറയാനുണ്ട് അദ്ദേഹത്തിന്. ഒരു നിമിഷം എന്താണ് ശ്രീകുമാർ? ഒരു നിമിഷം. അല്ല സെബിക്ക് കത്ത് കൊടുത്തു എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. സെബി അംഗീകരിച്ചു, ഓഹരി വിൽപ്പന സെബി അംഗീകരിച്ചു എന്നാണ് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത്. അപ്പം അംഗീകരിച്ചു എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ആ കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള പുറത്തു വന്നതാണല്ലോ. അല്ല, അതുപോലും അതെ ശ്രീ മുസ്തഫ, അങ്ങനെ ചെയ്യാൻ ആ കമ്പനിക്ക് കഴിയുമോ? ഈ കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ എങ്ങനെ സെബിക്ക് അവരെങ്ങനെ കത്ത് കൊടുക്കും? അതിനല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് ശരത്തെ. എന്താണ് നിങ്ങൾ? അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ഇനി കാണേണ്ടത്. യെസ്, പറഞ്ഞോളൂ ശ്രീകുമാർ ചേട്ടൻ. അവിടെയാണ് നമ്മൾ ഇനി കാര്യങ്ങൾ കാണേണ്ടത്. നിങ്ങൾ കാണേണ്ടത് എന്താ? ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം 2006 VS ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ശ്രീകുമാർ ചേട്ടനും അറിയാമല്ലോ, ലാൻഡ് ലോഡ് മോഡലാണ്. ലാൻഡ് ലോഡ് മോഡൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നു. അതിന്റെ നടത്തിപ്പിന് വേണ്ടി റവന്യൂ ഷെയറിംഗ് സംവിധാനത്തോടു കൂടി വിവിധ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള സംവിധാനത്തിലേക്ക് പോകും. എന്നിട്ട് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചു. ആ ടെൻഡർ എടുത്തത് ചൈനീസ് ബന്ധമുള്ള ഒരു കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു കൺസോർഷ്യമാണ്. ആ ടെൻഡറിൽ ലോ കോസ്റ്റ് വന്നത്. പക്ഷേ അന്ന് ശ്രീ AK ആന്റണി UPA ഗവൺമെന്റിലെ പ്രതിരോധ മന്ത്രിയാണ്. ഈ ചൈനീസ് ബന്ധം, ഈ കൺസോർഷ്യം ഇന്ത്യൻ കൺസോർഷ്യമാണ്, പക്ഷെ അവർ അതിലെ ഒരു കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ടെൻഡർ അനുവാദം തരാതെ പോയത്. പിന്നെ നിങ്ങളുടെ ഗവൺമെന്റ് വന്നു. നിങ്ങളുടെ ഗവൺമെന്റാണ് 2015 ശ്രീ ഉമ്മൻചാണ്ടി അദാനിയെ വിളിച്ചു കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് ആദ്യത്തെ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. ശ്രീകുമാർ ചേട്ടാ, ആ എഗ്രിമെന്റ് അനുസരിച്ച് 2045 മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ. വിഴിഞ്ഞത്തെ പോർട്ട് നിർമ്മാണം 2045. അത് കഴിഞ്ഞ് പിന്നെ 2055 മുതൽ മാത്രമേ സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. ഇതാണ് 2015 ഉമ്മൻചാണ്ടി അവരുമായിട്ടുണ്ടാക്കിയ എഗ്രിമെന്റ്. ഞങ്ങൾ 2016 അധികാരത്തിൽ വന്നു. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടി അദാനിയുമായിട്ടുണ്ടാക്കിയ കരാറിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. അതിനി തടസ്സപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ നിർമ്മാണ കമ്പനിയുമായിട്ട് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാനുള്ള ചർച്ച നടത്തി പുതിയ കൺസെഷൻ കരാറുണ്ടാക്കുന്നത്.
അതിന്റെ ഭാഗമായിട്ട് ഒന്നാം ഘട്ടം 2024 ഡിസംബറിൽ പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടം 2028 കമ്മീഷൻ ചെയ്യും. അതിന്റെ ഉദ്ഘാടനമാണ് 2026 ജനുവരിയിൽ നടത്തിയത്. 9700 കോടി രൂപയുടെ രണ്ടാം ഘട്ട വികസനം ആരംഭിച്ചു, നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 2028 പൂർത്തിയാകും. 2035 മുതൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് വരുമാനം വരും. ആ നിലയിൽ 17 വർഷം മുമ്പേയാക്കി. നിങ്ങളുടെ കരാറനുസരിച്ച് 2045-നും 55-നും പോകേണ്ടത് 17 വർഷം നേരത്തെയാക്കി LDF ഗവൺമെന്റ്. ഇങ്ങനെയാണ് ഞങ്ങൾ അദാനിക്ക് പൂട്ടിട്ടത്. പിന്നെ ഞങ്ങൾ മുതലാളിത്ത വ്യവസ്ഥയുടെ വിമർശകരാണ്. അതേ പറഞ്ഞത്, താങ്കൾക്കത് അറിയാത്തതുകൊണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുതലാളിത്ത വ്യവസ്ഥയുടെ വിമർശകരാണ്. പക്ഷേ CPIM പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് മുതലാളിത്ത വ്യവസ്ഥ നടപ്പിലാക്കിയ ഒരു രാജ്യത്തിനകത്താണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു സ്റ്റേറ്റിലെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയില്ല. ഇത് 57-ൽ അധികാരത്തിൽ വന്ന് ഏപ്രിൽ 5-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ പ്രസംഗത്തിൽ EMS വിശദീകരിക്കുന്നതാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു, പക്ഷെ ഞങ്ങൾക്ക് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ കഴിയില്ല. ഞങ്ങൾ ഒരു മുതലാളിത്ത രാജ്യത്തെ ഒരു സ്റ്റേറ്റിന്റെ അധികാരമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ശിവകുമാർ ചേട്ടൻ ആ പ്രസംഗം വായിച്ചയാളാണ്. EMS എന്ന് പറഞ്ഞത് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. 1930-കളിൽ കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളാണ്. ഇതാ ഞങ്ങളുടെ നയം. അതുകൊണ്ട് മുതലാളിത്ത വ്യവസ്ഥക്കാണ് ഞങ്ങളെതിര്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മുതലാളിത്ത കമ്പനികളുള്ള രാജ്യത്ത് അതുകൊണ്ടല്ലേ EMSന്റെ ഗവൺമെന്റ് ബിർളയെ, സാക്ഷാൽ ബിർള, ആ ബിർളയെ കൊണ്ടുവന്ന് മാവൂരിൽ ഗോളിയോർ റൈൻസ് സ്ഥാപിച്ചത്. അതുകൊണ്ട് പിണറായിയുടെ കാലത്ത് മാത്രമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിലെത്തിയാൽ മുതലാളി കമ്പനികളെ അല്ലെങ്കിൽ പിന്നെ വലിയ കുത്തക കമ്പനികളെ കൊണ്ടുവരുന്നത്. നേരത്തെ സാക്ഷാൽ EMSന്റെ ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ട് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏർപ്പെട്ട ആ എഗ്രിമെന്റ് കുറെ കൂടി സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയത്. അവിടെയാണ് ശിവകുമാർ ചേട്ടാ ഇപ്പൊ പിറകിലോട്ട് പോകുന്നത്. ആ സംസ്ഥാന താല്പര്യങ്ങളാണ് VD സതീശൻ ഹനിക്കുന്നത്. നിങ്ങൾ കാണേണ്ടത് ഈ ഹിന്ദുത്വ കോർപ്പറേറ്റ് കമ്പനി എന്ന അദാനിയെ വിശേഷിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയാ. ആ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ ലംഘിച്ചുകൊണ്ടാണ് അദാനി ഒരുക്കി കൊടുത്ത വിമാനത്തിൽ VD സതീശൻ യാത്ര ചെയ്യുന്നത്. എന്തേ അത് പറയാൻ, അതിനെ വിമർശിക്കാൻ തയ്യാറാകാത്തത്? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ വിമർശിക്കുകയല്ലേ ഇദ്ദേഹത്തിന്റെ നിലപാടിനെ. ശരി, ശരത്തെ ഞാൻ നിർത്താം. VM സുധീരൻ സാർ, ശരി, പിണറായി വിജയൻ പറയുന്നത് ആളുകൾ വിശ്വസിക്കണ്ട. VM സുധീരൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ ശ്രീകുമാർ ചേട്ടാ? VM സുധീരൻ പറഞ്ഞാൽ വിശ്വസിക്കില്ലേ ആളുകൾ? മദ്യനികുതി കുറക്കുന്ന കാര്യത്തിൽ VD സതീശൻ ഗവൺമെന്റിന്റെ നിലപാടിനെ സംശയനിഴലിൽ നിർത്തിയത് ഞങ്ങൾ മാത്രമല്ലല്ലോ, VD സതീശൻ ഉൾപ്പെടെയുള്ളവരല്ലേ. അതുപോലെ കോൺഗ്രസിന്, ശിവകുമാർ ചേട്ടനെ പോലെ കോൺഗ്രസിന് വേണ്ടി പ്രതിനിധീകരിക്കുന്ന തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളാണ് VR അനൂപ്. ആ VR അനൂപിന്റെ പോസ്റ്റുകൾ എടുത്തു നോക്കൂ. എങ്ങനെയാണ് ഷാജൻ സ്കറിയെ പോലുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നത്, ഇടനിലക്കാരായി മാറുന്നത്? എന്താണ് അവർക്ക് VD സതീശന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഷാജൻ സ്കറിയെ പോലെയുള്ള ആളുകൾക്കുള്ള പങ്ക്? ഞങ്ങളെല്ലാം വിമർശിക്കുന്നത് കേട്ടോ, കോൺഗ്രസ്സാ വിമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗവൺമെന്റ് ഈ 1.5 മാസം പൂർത്തിയാകുമ്പോൾ ഇത്തരത്തിലാണ് VD സതീശൻ പോകുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അപ്പം നല്ലതുപോലെയുള്ള അഴിമതിയാണ്. 1.5 മാസം കൊണ്ട് തന്നെ VD സതീശൻ അഴിമതിയുടെ ആൾ രൂപമായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റത്തെ BJP ഡീലും അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുള്ള എത്രയോ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. PM നിയാസ് KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ? ശേഷാദ്രിനാഥന്റെ നിയമനത്തെ കുറിച്ച് തർക്കമുന്നയിച്ചത് അദ്ദേഹമല്ലേ? നിങ്ങളെന്തേ ശിവകുമാർ ചേട്ടാ ഇവരെ ഒന്നും ബോധ്യപ്പെടുത്താത്തത്? VD സതീശൻ ഗവൺമെന്റിന്റെ നിലപാടുകൾ പിണറായി പറയുന്ന പോലെയല്ല, എല്ലാം സംശുദ്ധമാണ് എന്നെന്തേ അവരെയൊന്നും ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? അത് താങ്കൾ കണ്ടാൽ മതി. ഓക്കെ.